ജിഷ കൊലക്കേസിൽ പോലീസ് കണ്ടെത്തിയ കത്തിയിൽ ജിഷയുടെ രക്തക്കറയുള്ളതായി ഫോറൻസിക് സ്ഥിരീകരണം. കാക്കനാട് ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് കത്തിയുടെ കൈപ്പിടിക്കുള്ളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തിയത്. ജിഷയെ കൊലപ്പെടുത്താൻ അമീറുൾ ഉപയോഗിച്ച ഈ കത്തി ജിഷയുടെ വീടിന് പിറകിൽ നിന്നാണ് പോലീസ് കണ്ടെടുത്തത്. ജിഷയെ കൊലപ്പെടുത്താൻ പ്രതി ആമിറുൽ ഇസ്ലാം ഉപയോഗിച്ച കത്തി അന്വേഷണത്തിലെ ശക്തമായി തെളിവായി മാറുകയാണ്. ജിഷയുടെ വീടിന് പുറകിൽ നിന്ന് പോലീസ് കണ്ടെത്തിയ കത്തിയിൽ ആദ്യ പരിശോധനയിൽ രക്തക്കറയോ മറ്റോ കണ്ടെത്താനായിരുന്നില്ല. എന്നാൽ വിശദ പരിശോധനയ്ക്കായി കത്തി കാക്കനാട് ഫോറൻസിക് ലാബിലേക്ക് പോലീസ് അയച്ചിരുന്നു. ഇവിടെ നടന്ന പരിശോധനയിൽ കത്തിയുടെ കൈപ്പിടിക്കുള്ളിൽ നിന്ന് രക്തക്കറ കണ്ടെത്തുകയും വിശദമായ DNA പരിശോധനയിൽ ഇത് ജിഷയുടെ രക്തമാണെന്ന് തിരിച്ചറിയുകയുമായിരുന്നു. മരപ്പിടി കൊണ്ടുള്ള കത്തിയാണ് പ്രതി ആമിറുൾ കൃത്യത്തിന് ഉപയോഗിച്ചത്. പ്രതി പിടിയിലാകുന്നതിന് മുമ്പ് തന്നെ പോലീസ് ഈ കത്തി ജിഷയുടെ വീടിന് പുറകിലെ കനാൽ ബണ്ടിൽ നിന്ന് കണ്ടെത്തിയിരുന്നു. പ്രതിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാൾ കത്തി വലിച്ചെറിഞ്ഞ സ്ഥലത്തെപ്പറ്റി മൊഴി നൽകിയിരുന്നു. തെളിവെടുപ്പ് സമയത്ത് ഇയാൾ പോലീസിന് കാട്ടിക്കൊടുത്ത സ്ഥലത്തു നിന്നുമാണ് പോലീസ് നേരത്തെ കത്തി കണ്ടെത്തിയത്. ഇയാളുടെ മൊഴിയും ഇതുമായി ഒത്തുപോകുന്നു. വിചാരണ വേളയിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കോടതി സ്വീകരിക്കുന്നതും ഇതാണ്. അതേസമയം കത്തിയിൽ ആമിറുളിന്റെ വിരലടയാളം പോലീസിന് കണ്ടെത്താനായില്ല. മരപ്പിടി കൊണ്ടുള്ള കത്തിയായതിനാൽ വിരൽപ്പാടുകൾ പതിയില്ലെന്നാണ് ഫോറൻസിക് വിശദീകരണം. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ആറ്റിങ്ങലിൽ ബൈക്കിൽ പോയ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയത് ഭാര്യയുമായി അവിഹിത ബന്ധം പുലർത്തിയതിനെന്ന് പ്രതിയുടെ മൊഴി. മുന്നറിയിപ്പ് കൊടുത്തിട്ടും ബന്ധം തുടർന്നതിനാലാണ് കൊലപാതകം നടത്തിയതെന്നും പ്രതി മുരുകൻ പറഞ്ഞു. ബൈക്കിൽ പോയ ദിലീപിനെ ഇടിച്ചിട്ട ശേഷം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. ഞായറാഴ്ച വൈകിട്ടായിരുന്നു ബൈക്കിൽ പോകുകയായിരുന്ന ദിലീപിനെ മറ്റൊരു ബൈക്കിലെത്തി ഇടിച്ചിട്ടതിനു ശേഷം മുരുകൻ നടുറോഡിൽ വെട്ടിക്കൊലപ്പെടുത്തിയത്. ഭാര്യയുമായി ദിലീപ് അടുപ്പം പുലർത്തിയതിനെ തുടർന്നാണ് കൊല നടത്തിയതെന്നാണ് പ്രതി മുരുകൻ പോലീസിന് നൽകിയ മൊഴി. മുന്നറിയിപ്പ് നൽകിയിട്ടും ബന്ധം തുടർന്നുവെന്നും മുരുകന്റെ മൊഴിയിൽ പറയുന്നു. അതുപോലെ തന്നെ സാമ്പത്തിക ഇടപാടുകളുണ്ടായിരുന്നു. പിന്നീട് വർഷങ്ങളായിട്ട് ഈ പ്രതിയുടെ ഭാര്യയുമായിട്ട് മരിച്ച ആൾക്ക് ഒരു ഇല്ലിസിറ്റ് റിലേഷൻ ഉണ്ടായിരുന്നു. ആ റിലേഷനെ ചൊല്ലി പല പ്രാവശ്യം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പ്രതി വിദേശത്തായിരുന്ന സമയത്ത് ഭാര്യയുടെ പേരിൽ അയച്ചു കൊടുത്ത തുകയിൽ പലപ്പോഴായിട്ട് ഈ മരണപ്പെട്ട ആൾ പൈസ കൈക്കലാക്കിയതായിട്ട് ഇങ്ങനെ ഒരു ആരോപണമുണ്ട്. ഗൾഫിലായിരുന്ന ദിലീപ് 3 മാസം മുൻപാണ് നാട്ടിലെത്തിയത്. കിഴുവിലം പറയത്തുകോണം നാഗരാജ ക്ഷേത്രത്തിന് സമീപമായിരുന്നു കൊലപാതകം നടന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കോഴിക്കോട് കക്കോടിയിൽ പോലീസ് അതിക്രമത്തിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർക്ക് പരിക്കേറ്റു. ചേവായൂർ SI ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് അതിക്രമം നടത്തിയത്. പരിക്കേറ്റവരെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കക്കോടി പൂവത്തൂരിലായിരുന്നു ചേവായൂർ SI ഷാജഹാനും പോലീസ് സംഘവും അതിക്രമം കാട്ടിയത്. റോഡരികിൽ നിൽക്കുകയായിരുന്ന ആൾക്കാരെ പോലീസ് അകാരണമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. മർദ്ദനം തടയാൻ ചെന്ന സ്ത്രീകളെ പോലീസ് സംഘം നിലത്തിട്ട് ചവിട്ടിയതായും പരാതിയുണ്ട്. പരിക്കേറ്റ രത്നവല്ലി, സ്നേഹലത, ഷബിന എന്നിവരെ കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബന്ധുക്കളെ ആക്രമിക്കുന്നത് തടയാൻ ചെന്ന തങ്ങളെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പരിക്കേറ്റവർ പറഞ്ഞു. മുടി പിടിച്ച് വലിച്ച് അടിക്കുകയൊക്കെ ചെയ്ത് ചെരിക്ക് വേദനയുണ്ട്. ഒരു നാവിക്ക് ചവിട്ടിയിട്ട് ബാക്ക് പെയിൻ ആണ്, കാലിനൊക്കെ വേദന പറ്റിയിട്ടുണ്ട്. പിന്നെ അവർ അമ്മ അവിടെ പ്രായമായി ഒരമ്മവനെ എങ്ങനെ ഇതാക്കുന്ന കണ്ടിട്ട് അവരവിടെ ബോധം കെട്ട് വീണ്. ചേവായൂർ SIയുടെ അതിക്രമത്തിനെതിരെ മുഖ്യമന്ത്രിക്കും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും പരാതി നൽകാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഭിന്നലിംഗക്കാരെ പോലീസ് മർദ്ദിച്ചതായി പരാതി. കൊച്ചി വളഞ്ഞമ്പലത്ത് കഴിഞ്ഞ ദിവസം രാത്രിയാണ് സംഭവം ഉണ്ടായത്. കൊല്ലം സ്വദേശി പൂർണ്ണ, കൊച്ചി സ്വദേശി ആയിഷ എന്നിവർക്കാണ് മർദ്ദനമേറ്റതായി പരാതി ഉയർന്നിരിക്കുന്നത്. ബംഗളൂരുവിൽ നിന്ന് ബസ്സിൽ വരികയായിരുന്ന അമ്മയെ കാത്ത് വളഞ്ഞമ്പലത്ത് നിൽക്കുമ്പോഴാണ് ഇതുവഴി വന്ന പോലീസ് ഉദ്യോഗസ്ഥർ പൂർണ്ണയെ മർദ്ദിച്ചതായി പറയുന്നത്. വിവരമറിഞ്ഞെത്തിയ ആയിഷയെയും പോലീസ് മർദ്ദിച്ചുവെന്നും ഇവർ പറയുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ് അവശരായ തങ്ങളെ പോലീസ് വഴിയിൽ ഉപേക്ഷിച്ചു പോയെന്നും ഇവർ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ രാത്രി സമയങ്ങളിൽ ഒരു കാണുവാണെങ്കിൽ പട്ടിക്ക് പോലും കൊടുക്കുന്ന വില കൊടുക്കാൻ പിടിച്ചാണ് തല്ലി ചതക്കാനുണ്ടായത്. അതേ ഒരു സംഭവം തന്നെ ഇന്നലെ എനിക്ക് ഉണ്ടായത്. എൻ്റെ ഫ്രണ്ട് വിളിച്ച് വരുത്താൻ എന്നെ തല്ലി ചതക്കുന്നു, ഓടി വന്നും പറഞ്ഞ് വന്നതാണ്. അപ്പോൾ ഞാൻ എന്ത് സംബന്ധിച്ച് ഞാൻ വന്നതാണ്. അപ്പോൾ എന്നോട് എന്താ സംഭവം സാറെന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്നെ പിടിച്ച് തല്ലിയാനുണ്ടായത്. പോലീസ് മർദ്ദനത്തിനെതിരെ ഇവർ കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. കൈകാലുകൾക്കും മുഖത്തും പരിക്കേറ്റ ആയിഷയും പൂർണ്ണയും എറണാകുളം ജനറൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കൊല്ലം കടയ്ക്കലിൽ 3 പെൺമക്കളെ പീഡിപ്പിച്ച പിതാവ് അറസ്റ്റിലായി. പെൺകുട്ടികളിൽ 2 പേർ പ്രായപൂർത്തിയാകാത്തവരാണ്. സ്ഥിരം മദ്യപിച്ചെത്തുന്ന പിതാവ് കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നതായാണ് പരാതി. കൊല്ലം കടയ്ക്കലിൽ 3 പെൺമക്കളെ പീഡിപ്പിച്ച പിതാവാണ് അറസ്റ്റിലായത്. ചിതറ ഇലവുപാലം സ്വദേശി ഫ്രാൻസിസിനെയാണ് കടയ്ക്കൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ 3 പെൺമക്കളെയും നിരന്തരം പീഡിപ്പിച്ചു വന്നിരുന്നതായി പോലീസ് പറയുന്നു. പെൺകുട്ടികളിൽ 2 പേർ പ്രായപൂർത്തിയാകാത്ത കുട്ടികളാണ്. ഇവരുടെ അമ്മ വിദേശത്ത് ജോലി ചെയ്യുകയാണ്.
ഇലവുപാലം മഹാഗണി കോളനിയിലെ വീട്ടിൽ ഫ്രാൻസിസും 3 പെൺമക്കളും മാത്രമാണ് താമസം. ദിവസവും മദ്യപിച്ചെത്തുന്ന ഇയാൾ നിരന്തരം പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു. ഫ്രാൻസിസിനെ ഭയന്ന് കുട്ടികൾ പീഡന വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. സ്കൂളിൽ നടന്ന കൗൺസിലിംഗ് ക്ലാസ്സിനിടയിൽ കുട്ടികളിലൊരാൾ വിവരം കൗൺസിലർമാരോട് പറഞ്ഞതോടെയാണ് ഇക്കാര്യം പുറത്തറിയുന്നത്. തുടർന്ന് ചൈൽഡ് ലൈൻ പ്രവർത്തകർ പോലീസിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ഫ്രാൻസിസ് അറസ്റ്റിലാവുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വീട്ടുമുറ്റത്ത് കഞ്ചാവ് ചെടി നട്ടുവളർത്തിയ 8 മലയാളി യുവാക്കൾ പിടിയിലായി. കൊച്ചി സിറ്റി പോലീസാണ് യുവാക്കളെ പിടികൂടിയത്. കഞ്ചാവ് വലിക്കാൻ കുപ്പികൊണ്ട് നിർമ്മിച്ച പ്രത്യേക ഉപകരണങ്ങളും പോലീസ് പിടിച്ചെടുത്തു. കൊച്ചി MG റോഡിലെ ഷോപ്പിംഗ് മാളിലെ ജീവനക്കാരടങ്ങുന്ന 8-അംഗ സംഘത്തെയാണ് പോലീസ് പിടികൂടിയത്. ഇവർ കഴിഞ്ഞ 8 മാസമായി താമസിച്ചിരുന്ന അയ്യപ്പൻകാവിനടുത്തുള്ള വാടക വീടിന്റെ മുറ്റത്താണ് കഞ്ചാവ് ചെടി നട്ടുവളർത്തിയിരിക്കുന്നത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഇവരുടെ വാടക വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കഞ്ചാവ് വലിക്കാൻ ഉപയോഗിച്ച പ്രത്യേകമായി നിർമ്മിച്ച ഉപകരണങ്ങളും പിടിച്ചെടുത്തു. എറണാകുളം അസിസ്റ്റന്റ് കമ്മീഷണർ KV വിജയൻ. ഒപ്പം തന്നെ ഇത് വലിക്കുന്നതിനായിട്ട് ഇവർ തന്നെ ഇംപ്രവൈസ്ഡ് ആയിട്ടുള്ള ഡിവൈസ് ഉണ്ടാക്കി വെച്ചിട്ട് അതിലൂടെയാണ് കഞ്ചാവ് വലിക്കുന്നത്. ഒപ്പം തന്നെ ഓൺലൈനിൽ വരുത്തിയ ഡിവൈസിന് വലിക്കുന്നുണ്ട്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇവർ ഒരു കഞ്ചാവ് ചെടി നട്ട് വളർത്തി പരിപാലിച്ച് കൊണ്ടുവരുന്നുണ്ട് ഭാവിയിൽ ഉപയോഗത്തിന്. വടുതല സ്വദേശി കണ്ണൻ, കൊല്ലം സ്വദേശികളായ യദുകൃഷ്ണൻ, ആഘോഷ്, ഒറ്റപ്പാലം സ്വദേശി വിഷ്ണു, ചാവക്കാട് സ്വദേശി അജയ്സൺ, കോട്ടയം സ്വദേശി സായ്ശങ്കർ, ആലപ്പുഴ സ്വദേശി അരുൾരാജ്, തൊടുപുഴ സ്വദേശി അമൽ ബാബു എന്നിവരാണ് പോലീസ് പിടിയിലായവർ. ഇവരിൽ 6 പേർ ഷോപ്പിംഗ് മാളിലെ ജീവനക്കാരും 2 പേർ സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളുമാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പാത്രത്തിലടച്ച 16 വയസ്സുകാരൻ പിടിയിലായി. സേലത്ത് മേട്ടൂർ കുളത്തൂരിൽ ആണ് ദാരുണമായ സംഭവം നടന്നത്. കുട്ടിയെ കാണാതായതോടെ നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് 16 വയസ്സുകാരന്റെ വീട്ടിൽ നിന്ന് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. 6 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി ചെമ്പുപാത്രത്തിൽ അടച്ചുവെച്ച കേസിൽ 15-കാരനായ അയൽവാസിയാണ് പോലീസിന്റെ പിടിയിലായത്. സേലത്തിന് സമീപം മേട്ടൂർ കുളത്തൂരിലാണ് നാടിനെ നടുക്കിയ സംഭവം. കുളത്തൂർ തെലങ്കനൂർ സ്വദേശിനിയായ 2ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. കഴിഞ്ഞ ദിവസം വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയെ മിഠായി നൽകാമെന്ന് പറഞ്ഞ് അയൽവാസി വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. കുട്ടിയെ പീഡിപ്പിച്ച ശേഷം കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തി അടുക്കളയിലെ വലിയ പാത്രത്തിൽ അടച്ചുവെന്ന് പിടിയിലായ പ്രതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. കുട്ടിയെ കാണാനില്ലെന്ന് കാണിച്ച് രക്ഷിതാക്കൾ കുളത്തൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് പ്രദേശത്തെ ഒട്ടേറെ വീടുകളിലും പരിസരത്തും തെരച്ചിൽ നടത്തി. തെരച്ചിലിനിടെ അയൽവാസിയുടെ അടുക്കളയിലെ പാത്രത്തിൽ അടച്ചുവെച്ച നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. പാത്രത്തിന് പുറത്ത് രക്തക്കറ കണ്ടതാണ് പോലീസ് പാത്രം തുറന്നു നോക്കാൻ കാരണമായത്. ഇതോടെ പ്രതിഷേധവുമായി അക്രമാസക്തരായ നാട്ടുകാർ പ്രതിയുടെ വീട്ടിലേക്കെത്തി. സംഘർഷമുണ്ടാകുമെന്ന വിവരത്തെ തുടർന്ന് പ്രദേശത്ത് പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മേട്ടൂർ ഡിവൈഎസ്പി നടരാജന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം. ന്യൂസ് ഡെസ്ക്. ഇൻഫോസിസ് ജീവനക്കാരി സ്വാതിയുടെ കൊലപാതകത്തിന് പിന്നിൽ പകയെന്ന് പ്രതിയുടെ മൊഴി. ഒരു സിനിമാ നടനാകാനുള്ള ആഗ്രഹവുമായാണ് രാംകുമാർ ചെന്നൈയിലെത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ വെട്ടേറ്റ് മരിച്ച ഇൻഫോസിസ് ജീവനക്കാരി സ്വാതി തന്നെ പരിഹസിച്ചതായി കേസിലെ പ്രതി രാംകുമാർ പറഞ്ഞു. കോടതിക്ക് മുന്നിലാണ് രാംകുമാർ ഇക്കാര്യം വെളിപ്പെടുത്തിയത്. അതേസമയം എഗ്മോറിലെ മെട്രോപൊളിറ്റൻ ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ രാംകുമാറിനെ 15 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. രാംകുമാറും സ്വാതിയും ഫേസ്ബുക്ക് സുഹൃത്തുക്കളാണെന്ന് പോലീസ് പറയുന്നു. ഫേസ്ബുക്കിൽ സ്വാതിയുമായി ചാറ്റ് ചെയ്യുമ്പോൾ സ്വാതി തന്നെ അവഗണിക്കാറുണ്ടെന്ന് ഇയാൾ കോടതിയിൽ മൊഴി നൽകി. തന്റെ ചാറ്റുകൾക്കൊന്നും സ്വാതി മറുപടി നൽകാറില്ലെന്നും രാംകുമാർ പറഞ്ഞു. ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട സ്വാതിയുമായി കൂടുതൽ അടുക്കുന്നതിനാണ് 3 മാസം മുമ്പ് ചെങ്കോട്ടയിൽ നിന്ന് ഇയാൾ ചെന്നൈയിലെത്തിയതെന്ന് പോലീസിനോട് പറഞ്ഞു. നേരിൽ കണ്ട് സൗഹൃദം പുതുക്കിയതിന് പിന്നാലെ സുഹൃത്തുക്കൾ വഴിയും മറ്റുമായി 5 തവണ പ്രണയാഭ്യർത്ഥന നടത്തിയെങ്കിലും സ്വാതി മുഖം തിരിച്ചു. എല്ലാവർക്കും മുന്നിൽ വെച്ച് സ്വാതിയെ വിവാഹാലോചന നടത്തിയെന്നും എന്നാൽ തന്റെ രൂപത്തെ സ്വാതി അടച്ചാക്ഷേപിച്ചെന്നും ഇത് തന്നെ വളരെയധികം വേദനിപ്പിച്ചെന്നും രാംകുമാർ പറയുന്നു. ഇതിന്റെ പ്രതികാരത്തിലാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. പണത്തിന്റെയും സൗന്ദര്യത്തിന്റെയും വസ്ത്രധാരണത്തിന്റെയും പേരിൽ പരിഹസിച്ചപ്പോൾ ആക്രമിക്കാൻ പദ്ധതിയിടുകയായിരുന്നു. വെട്ടിപ്പരിക്കേൽപ്പിക്കുകയായിരുന്നു ലക്ഷ്യമെന്നും മരിക്കുമെന്ന് വിചാരിച്ചില്ലെന്നും ഇയാൾ മൊഴി നൽകി. സ്വാതിയെ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ മീനാക്ഷിപുരത്തെ വീട്ടിലെത്തിയിരുന്നു. പിന്നീട് പോലീസ് കസ്റ്റഡിയിലായപ്പോഴാണ് ഇയാൾ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. രാംകുമാറിന്റെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടുവെന്ന് ഡോക്ടർമാർ അറിയിച്ചതിന് ശേഷമാണ് പോലീസ് മൊഴി രേഖപ്പെടുത്തിയത്. സിനിമാ നടനാകാനുള്ള ആഗ്രഹവുമായാണ് രാംകുമാർ ചെന്നൈയിലെത്തിയതെന്നും പോലീസ് പറയുന്നു. ന്യൂസ് ഡെസ്ക്. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ അമേരിക്കൻ കോൺസുലേറ്റിന് മുന്നിൽ ചാവേർ ആക്രമണം. സ്ഫോടനത്തിൽ 2 സുരക്ഷാ ഭടന്മാർക്ക് പരിക്കേറ്റു. ധാക്കയിലെയും ബാഗ്ദാദിലെയും ഭീകരത കെട്ടടങ്ങും മുമ്പാണ് വീണ്ടും ചാവേർ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. 120 പേരുടെ ജീവൻ അപഹരിച്ച ബാഗ്ദാദിലെയും 23 പേരുടെ ജീവനെടുത്ത ധാക്കയിലെയും ആക്രമണങ്ങൾക്ക് പിന്നാലെയാണ് വീണ്ടും ചാവേറുകളുടെ ക്രൂരത.
ജിദ്ദയിൽ US കോൺസുലേറ്റിന് മുന്നിലുണ്ടായ ചാവേർ സ്ഫോടനത്തിൽ 2 സുരക്ഷാ ഭടന്മാർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ ചാവേർ കൊല്ലപ്പെടുകയും ചെയ്തു. US കോൺസുലേറ്റിന് സമീപമുള്ള പള്ളിയിലേക്ക് സ്ഫോടക വസ്തുക്കളുമായി എത്തിയ ചാവേറിനെ പോലീസ് തടഞ്ഞപ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. സ്ഥലത്ത് പോലീസും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി. US കോൺസുലേറ്റിലെ ജീവനക്കാരെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ആരും ഏറ്റെടുത്തിട്ടില്ല. അതേസമയം ധാക്കയിൽ ആക്രമണം നടത്തിയ 3 ബംഗ്ലാദേശികളെയും തിരിച്ചറിഞ്ഞു. അക്രമികളിൽ ഭരണകക്ഷി അവാമി ലീഗ് നേതാവിന്റെ മകൻ റൊഹാൻ ഇബൻ ഇംതിയാസും ഉൾപ്പെടും. സംഭവത്തിൽ ഉൾപ്പെട്ട 3 അക്രമികളുടെയും ഫോട്ടോ സർക്കാർ പുറത്തുവിട്ടു. IS അല്ല, ബംഗ്ലാദേശിലെ തന്നെ ജമായത്തുൽ മുജാഹിദീൻ ബംഗ്ലാദേശാണ് അക്രമത്തിന് പിന്നിലെന്ന് ബംഗ്ലാദേശ് സർക്കാർ പ്രഖ്യാപിച്ചതിനു പിന്നാലെയാണ് അക്രമികളുടെ ഫോട്ടോയും പേരുവിവരങ്ങളും സർക്കാർ പുറത്തുവിട്ടത്. ISIS ആണ് ഇവർക്ക് ആക്രമണത്തിനുള്ള സഹായം നൽകിയതെന്നും ബംഗ്ലാദേശ് സർക്കാർ ആരോപിച്ചു. എന്നാൽ ബാഗ്ദാദിലുണ്ടായ അപകടത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം IS ഏറ്റെടുത്തിട്ടുണ്ട്. ISന്റെ നിയന്ത്രണത്തിലായിരുന്ന നിരവധി പ്രദേശങ്ങൾ ഇറാഖ് സൈന്യം അടുത്തിടെ തിരിച്ചുപിടിച്ചിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്. ഇടവേള. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദ്രകുമാറിനെ CBI അറസ്റ്റ് ചെയ്തു. അഴിമതി കേസിലാണ് അറസ്റ്റ്. രാജേന്ദ്രകുമാറിനെ നാളെ പാട്യാല ഹൗസ് കോടതിയിൽ ഹാജരാക്കും. കഴിഞ്ഞ വർഷം കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി കെജ്രിവാളിന്റെ ഓഫീസ് റെയ്ഡ് ചെയ്തത് വിവാദമായിരുന്നു. നടപടി രാഷ്ട്രീയ പ്രേരിതം എന്നായിരുന്നു ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. ദില്ലി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി രാജേന്ദ്രകുമാർ, ഡെപ്യൂട്ടി സെക്രട്ടറി തരുൺ ശർമ്മ ഉൾപ്പെടെ 5 പേരെയാണ് CBI അറസ്റ്റ് ചെയ്തത്. കമ്പനികൾ രൂപീകരിച്ച് ടെൻഡർ ഇല്ലാതെ കരാർ പണികൾ നൽകി 50 കോടി രൂപയുടെ അഴിമതി നടത്തിയെന്നാണ് കേസ്. കഴിഞ്ഞ വർഷം ഡിസംബറിൽ കേസുമായി ബന്ധപ്പെട്ട് ദില്ലി സെക്രട്ടേറിയറ്റിലെ കെജ്രിവാളിന്റെ ഓഫീസ് CBI റെയ്ഡ് ചെയ്തിരുന്നു. റെയ്ഡിൽ നിരവധി രേഖകൾ പിടിച്ചെടുത്തു എന്നാണ് CBI അവകാശപ്പെട്ടത്. എന്നാൽ സംഭവം രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് ആം ആദ്മി പാർട്ടിയുടെ ആരോപണം. BJP തുടർച്ചയായി ദില്ലി സർക്കാരിനോട് രാഷ്ട്രീയ പകപോക്കലാണ് നടത്തുന്നതെന്ന് ഉപമുഖ്യമന്ത്രി മനോജ് സിസോദിയ കുറ്റപ്പെടുത്തി. അറസ്റ്റിലായ രാജേന്ദ്രകുമാറിനെ നാളെ കോടതിയിൽ ഹാജരാക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം പോലീസ് മർദ്ദനത്തിനിരയായ +2 വിദ്യാർത്ഥി ദുരിതാവസ്ഥയിലാണ്. ശരീരമാസകലം പരിക്കേറ്റ വിദ്യാർത്ഥി ഇപ്പോഴും ചികിത്സയിൽ തുടരുന്നു. കോഴിക്കോട് നല്ലളം ബസാർ ചാലാട്ട് ബഷീറിന്റെ മകൻ റമീസാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസം പോലീസിന്റെ ക്രൂരമർദ്ദനത്തിനിരയായത്. സംഭവത്തെക്കുറിച്ച് റമീസ് പറയുന്നത് ഇങ്ങനെ: മെയ് 7 രാത്രി ഞാൻ കല്യാണത്തിന് പോയിരുന്നു. അപ്പോൾ പെട്ടെന്ന് തലക്കൊരു അടി കിട്ടി. പെട്ടെന്ന് ഞാൻ വീണു ഈ താഴത്തേക്ക്. പിന്നെ അവിടെ ഇട്ടിട്ട് ഓല് മേലൊന്നായിട്ട് ചവിട്ടി കൂട്ടി അടിക്ക് കിട്ടി. കയ്യും ഇവിടൊക്കെ നാശമായി. ഇരു മുന്നണികളും സമാധാനപരമായി പ്രകടനം നടത്തുന്നതിനിടെയാണ് പോലീസ് എത്തി റമീസിനെ വളഞ്ഞിട്ട് മർദ്ദിച്ചത്. തുടർന്ന് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും പരിക്കൊന്നുമില്ലെന്ന് പറഞ്ഞ് തിരിച്ചയച്ചു. എന്നാൽ റമീസിന്റെ വലതുകൈ പിന്നീട് പൊങ്ങാതെയായി. നിലവിൽ ചെവിയുടെ ബാലൻസ് തെറ്റി കുറച്ചുനേരം പോലും എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് റമീസ്. കൂലിപ്പണിക്കാരനായ വാപ്പ ബഷീറിന് കിട്ടുന്ന തുച്ഛമായ വരുമാനമാണ് ഉമ്മയും സഹോദരനും അടങ്ങുന്ന റമീസിന്റെ കുടുംബ വരുമാനം. കഴിഞ്ഞ സർക്കാരിന് പരാതി നൽകിയിരുന്നുവെങ്കിലും റോഡിൽ വീണ് റമീസിന് പരിക്കുപറ്റിയെന്ന ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പരിഹാര നടപടികൾക്ക് തിരിച്ചടിയായി. ബാലാവകാശ കമ്മീഷൻ അംഗങ്ങൾ നേരിട്ടെത്തി മൊഴിയെടുത്തിരുന്നുവെങ്കിലും തുടർ നടപടികളൊന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. കനിവിനായി സുമനസുകളുടെ സഹായം തേടുകയാണ് റമീസും കുടുംബവും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അന്യസംസ്ഥാനങ്ങളിൽ പഠനത്തിനായി എത്തുന്ന നിരവധി വിദ്യാർത്ഥികളാണ് ദുരൂഹ സാഹചര്യങ്ങളിൽ അപകടങ്ങളിൽപ്പെടുന്നതും റാഗിങ്ങിന് ഇരയാകുന്നതും. എന്നാൽ ഇത്തരം സംഭവങ്ങളിലൊന്നും അന്വേഷണം കാര്യക്ഷമമായി നടക്കാറില്ല. സമാനമായ അനുഭവമാണ് 4 മാസം മുമ്പ് നടന്ന അപകടത്തിൽ സാരമായി പരിക്കേറ്റ് കിടപ്പിലായ കോഴിക്കോട് പെരുവയൽ സ്വദേശിനിയായ ഒരു പെൺകുട്ടിയുടേത്. കോഴിക്കോട് പെരുവയൽ സ്വദേശിയായ പെൺകുട്ടി ബംഗളൂരുവിലെ സ്വകാര്യ കോളേജിൽ BDS അവസാന വർഷ വിദ്യാർത്ഥിനിയായിരുന്നു. ഈ വർഷം ഫെബ്രുവരി 9 കുടുംബത്തിന്റെ പ്രതീക്ഷകൾ തകർത്ത സംഭവം നടന്നത്. പെൺകുട്ടി അപകടത്തിൽപ്പെട്ടിട്ടുണ്ടെന്ന വിവരം കോളേജ് അധികൃതർ വീട്ടിലേക്ക് ഫോൺ വിളിച്ചറിയിക്കുകയായിരുന്നു. അപകടത്തിൽ സുഷുമ്ന നടിക്ക് പരിക്കേറ്റ പെൺകുട്ടി ദിവസങ്ങളോളം ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു. ബംഗളൂരുവിലെത്തിയ ബന്ധുക്കൾ പോലീസിന് പരാതി നൽകിയെങ്കിലും വാഹനാപകട കേസായി മാത്രമാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. ഈ അപകടം നടക്കുന്ന സമയത്ത് മോളെ കൂടെ ഉണ്ടായിരുന്നുള്ള ഒരു 7ഓളം മലയാളി കുട്ടികളുണ്ടായിരുന്നു. ഈ കുട്ടികളാരും തന്നെ മകളെ വിളിക്കുകയോ എന്നെ വിളിക്കുകയോ ഒരു കാര്യങ്ങളും സംസാരിച്ചില്ല. കോളേജ് അധികാരികളോ ഭാഗത്തുനിന്നും ഒരു വിളി പോലും വന്നില്ല. പരാതി ഞാൻ കൊടുത്തുള്ള പോലീസ് സ്റ്റേഷനിലെ ജീവനക്കാർ ആ കേസ് നല്ല രീതിയിലല്ല എടുത്തുള്ളത്. അവരൊരു ട്രാഫിക് കേസായിട്ടാണ് അത് ചെയ്തില്ല. എന്നിരുന്നാൽ അതിൻ്റെ യാതൊരു രേഖകളും തന്നെ ഇന്നേ വരെ എനിക്ക് കിട്ടിയില്ല. ഈ അപകടത്തിലുള്ള ദുരൂഹത എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കണം എന്നുള്ളൊരിതുണ്ട്.
കഴിഞ്ഞ 20 ദിവസമായി വെല്ലൂർ ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ് പെൺകുട്ടി. അരയ്ക്ക് താഴെ ചലനമറ്റ പെൺകുട്ടിയെ ഫിസിയോതെറാപ്പി ചെയ്ത് വീൽചെയറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഡോക്ടറാകണമെന്ന് ഏറെ ആഗ്രഹിച്ചതിനാൽ ബാങ്കിൽ നിന്ന് ലക്ഷങ്ങൾ വായ്പയെടുത്താണ് പഠനത്തിനായി 4 വർഷം മുമ്പ് ബംഗളൂരുവിലെത്തിയത്. അവസാന വർഷ പരീക്ഷയ്ക്ക് തൊട്ടുമുമ്പ് നടന്ന അപകടം പ്രതീക്ഷകൾക്ക് മേലെ കരിനിഴലായി. ഇതുവരെ ചികിത്സക്കായി 20 ലക്ഷത്തോളം രൂപ ചിലവായി. 2 വർഷത്തെ തുടർ ചികിത്സ ആവശ്യമാണെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. ചികിത്സക്കായി കുടുംബം കിടപ്പാടം വരെ പണയപ്പെടുത്തി കഴിഞ്ഞു. ഇനി മുന്നോട്ടുള്ള ചികിത്സ എങ്ങനെ നടത്തുമെന്നറിയില്ല. BSc പഠിക്കുന്ന ഇളയമകളുടെ പഠനവും ഇതോടെ നിലച്ചു. ചികിത്സയും മകളുടെ പഠനവുമെല്ലാം തുടരാനാവുമോ എന്നുൾപ്പെടെ നിരവധി ആശങ്കകൾക്കിടയിലും സംഭവത്തിനു പിന്നിലെ ദുരൂഹതകൾ പുറത്തുകൊണ്ടുവരണമെന്നാണ് മാതാപിതാക്കൾ കണ്ണീരോട് ആവശ്യപ്പെടുന്നത്. സിജു കണ്ണൻ, ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഒരിടവേള കൂടി. കൊല്ലത്ത് ജനവാസ മേഖലയിൽ കഴിഞ്ഞ ദിവസം പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ പെൺപുലിക്കുട്ടി ചത്തു. വാരിയെല്ലുകൾ തകർന്ന നിലയിൽ കണ്ടെത്തിയ പുലിക്കുട്ടിക്ക് വെറ്റിനറി ആശുപത്രിയിൽ ചികിത്സ ലഭ്യമാക്കിയെങ്കിലും ജീവൻ നഷ്ടമാവുകയായിരുന്നു. 7 മാസം പ്രായമുള്ള പുലിയാണ് ചത്തത്. കഴിഞ്ഞ ദിവസം ജനവാസ മേഖലയിൽ അവശനിലയിൽ കണ്ടെത്തിയ പുലിക്കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകിയെങ്കിലും ജീവൻ നഷ്ടപ്പെടുകയായിരുന്നു. പുലിയുടെ പിൻഭാഗത്തെ 4 വാരിയെല്ലുകൾ തകർന്നിരുന്നു. ചികിത്സയ്ക്ക് ശേഷം 2 ആഴ്ച പൂർണ്ണ വിശ്രമം കൂടി നൽകി കാട്ടിലേക്ക് മടക്കി അയക്കാനിരിക്കവെയാണ് പുലിക്കുട്ടി ചത്തത്. ചികിത്സയ്ക്ക് വെറ്റിനറി ഡോക്ടർമാരായ MS അജയകുമാർ, B അനിൽകുമാർ, B അരവിന്ദ് എന്നിവർ നേതൃത്വം നൽകി. കൊല്ലം പാടം വെള്ളം തെറ്റി ഓന്തുപാറയ്ക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം പുലിക്കുട്ടിയെ കണ്ടത്. ഇരപിടിക്കാൻ മരത്തിൽ കയറിയപ്പോൾ കാൽ വഴുതി നിലത്തു വീണ് നട്ടെല്ലിന് ക്ഷതമേറ്റതാവാമെന്നാണ് കരുതുന്നത്. പുലി ആക്രമിക്കാൻ സാധ്യതയുള്ളതിനാൽ കുറച്ചുനേരം നിരീക്ഷിച്ച ശേഷമാണ് വനപാലകർ അടുത്തേക്ക് ചെന്നത്. വീഴ്ചയുടെ ആഘാതത്തിൽ പുലി പൂർണ്ണമായും അവശതയിലായിരുന്നു. തുടർന്ന് പത്തനാപുരം റേഞ്ച് ഓഫീസർ AK ശശിധരന്റെ നേതൃത്വത്തിലെത്തിയ വനപാലകർ പുലിക്കുട്ടിക്ക് പ്രാഥമിക ചികിത്സ നൽകി വെറ്റിനറി ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഐസ്ക്രീം പാർലർ അട്ടിമറി കേസിൽ CBI അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട് VS അച്യുതാനന്ദൻ നൽകിയ ഹർജി സുപ്രീം കോടതി തള്ളി. ഹർജി വിചാരണ കോടതിയിൽ നൽകാൻ നിർദ്ദേശിച്ചാണ് സുപ്രീം കോടതി ഹർജി തള്ളിയത്. കേസ് CBIക്ക് വിടേണ്ട യാതൊരു സാഹചര്യവുമില്ലെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ സുപ്രീം കോടതിയെ അറിയിച്ചു. മുൻ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുടെ ബന്ധു KA റൌഫ് നടത്തിയ വെളിപ്പെടുത്തലുകളെ തുടർന്നുള്ള ഐസ്ക്രീം പാർലർ അട്ടിമറി കേസ് അന്വേഷണത്തിൽ അപാകതയുണ്ടെന്നും CBIക്ക് കേസ് കൈമാറണമെന്നുമായിരുന്നു VS ഹർജിയിൽ ആവശ്യപ്പെട്ടത്. ആരോപണ വിധേയരായവരിൽ മുൻ ഹൈക്കോടതി ന്യായാധിപന്മാരും മുൻ DGPയും മുൻ അഡ്വക്കേറ്റ് ജനറലും ഉൾക്കൊള്ളുന്നതിനാൽ സംസ്ഥാന പോലീസ് അന്വേഷണം തൃപ്തികരമല്ലെന്നും CBIക്ക് നൽകണമെന്നും സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ VS ചൂണ്ടിക്കാട്ടി. എന്നാൽ VSന്റെ ഹർജി രാഷ്ട്രീയ പ്രേരിതമെന്നും കേസ് CBIക്ക് വിടേണ്ട യാതൊരു സാഹചര്യമില്ലെന്നും സർക്കാരിന് വേണ്ടി ഹാജരായ സ്റ്റാൻഡിംഗ് കൗൺസിൽ G പ്രകാശം അറിയിച്ചു. കേസ് അട്ടിമറിച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രിയുടെ നിയമോപദേഷ്ടാവെന്ന് VSന്റെ അഭിഭാഷകനും കോടതിയിൽ മറുവാദം ഉന്നയിച്ചു. എന്നാൽ 20 വർഷം മുമ്പുള്ള കേസിൽ ഇപ്പോൾ തർക്കമുന്നയിക്കുന്നത് എന്തിനെന്ന് ചോദിച്ച സുപ്രീം കോടതി അന്വേഷണത്തിൽ അതൃപ്തിയുണ്ടെങ്കിൽ വിചാരണ കോടതിയെ സമീപിക്കാൻ നിർദ്ദേശിച്ചു. തുടർന്ന് ബന്ധപ്പെട്ട ഉയർന്ന കോടതികളെയും സമീപിച്ച ശേഷമേ സുപ്രീം കോടതിയെ സമീപിക്കാവൂ എന്നും വ്യക്തമാക്കി. രാഷ്ട്രീയ തർക്കങ്ങൾക്കായി കോടതിയുടെ സമയം കളയരുതെന്നും ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂർ അധ്യക്ഷനായ ബെഞ്ച് ഹർജി പരിഗണിക്കവേ ചൂണ്ടിക്കാട്ടി. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കൊല്ലത്ത് നിന്ന് 2 ആഴ്ച മുമ്പ് അറസ്റ്റിലായ അസം സ്വദേശികളായ സഹോദരങ്ങളിൽ ഒരാൾ ബോഡോ തീവ്രവാദിയാണെന്ന് സ്ഥിരീകരിച്ചു. ഇയാളെ അസമിൽ നിന്നെത്തിയ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തു. അസമിലെ കൊക്രാജാർ ജില്ലക്കാരനായ കനീന്ദ്രൻ നർസാരിയാണ് അറസ്റ്റിലായത്. ഇയാളുടെ സഹോദരനെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൊല്ലം ആശ്രാമത്തെ ടൈൽസ് നിർമ്മാണ ഫാക്ടറിയിൽ നിന്ന് പോലീസിന്റെ സഹായത്തോടെ മിലിറ്ററി ഇന്റലിജൻസ് 2 ആഴ്ച മുമ്പ് കസ്റ്റഡിയിലെടുത്ത കനീന്ദ്ര നർസാരിയെയും സഹോദരൻ ഖലീൽ നർസാരിയെയും പിന്നീട് വിട്ടയച്ചെങ്കിലും നിരീക്ഷണത്തിലായിരുന്നു. ഇന്നലെ രാവിലെയാണ് ഇവരെ വീണ്ടും കസ്റ്റഡിയിലെടുത്ത് ഈസ്റ്റ് സ്റ്റേഷനിൽ എത്തിച്ചത്. തുടർന്ന് ആസാമിൽ നിന്നെത്തിയ ASI അങ്കരാജ് ഛേത്രിയുടെ നേതൃത്വത്തിൽ 4 അംഗ സംഘത്തിന് കൈമാറുകയായിരുന്നു. അസമിലെ ബോഡോ ഏറ്റുമുട്ടലിൽ കനീന്ദ്ര നർസാരിക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR, വാറണ്ട് തുടങ്ങിയ രേഖകളുമായി എത്തിയ പോലീസ് സംഘം പിടിയിലായത് തങ്ങൾ അന്വേഷിക്കുന്നയാൾ തന്നെയാണെന്ന് സ്ഥിരീകരിക്കുന്ന വിവരങ്ങൾ കേരള പോലീസിന് കൈമാറി. നാഷണൽ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ബോഡോലാൻഡ് സോങ് ഡിജിറ്റിലെ സജീവ പ്രവർത്തകനായ കനീന്ദ്ര നർസാരി ആസാമിൽ പോലീസിനും സൈന്യത്തിനും നേരെ നടന്ന പല ആക്രമണങ്ങളിലും പങ്കെടുത്തിട്ടുണ്ടെന്ന് മിലിറ്ററി ഇന്റലിജൻസ് നൽകുന്ന വിവരം. 2014 അസമിലെ കൊക്രാജാറിൽ സൈന്യവുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ ഇയാളുടെ കയ്യിൽ വെടിവെച്ചിരുന്നു. ഈ ഏറ്റുമുട്ടലിൽ ബോഡോ തീവ്രവാദ സംഘത്തിന്റെ കമാൻഡർ ടൈജു കൊല്ലപ്പെട്ടു. പരിക്കേറ്റ കനീന്ദ്ര നർസാരിയെ ബോഡോലാൻഡ് അനുഭാവികളാണ് ചികിത്സിച്ചത്. തുടർന്ന് പശ്ചിമ ബംഗാളിലേക്ക് കടന്ന സർസാരി അവിടെ നിന്നും കേരളത്തിലെത്തുകയായിരുന്നു. കൊല്ലത്ത് നിർമ്മാണ മേഖലയിൽ പണിയെടുത്തു വരവെയാണ് സഹോദരൻ ഖലീൽ നർസാരിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത്. ഖലീലും സംഘടനയുമായി ബന്ധമുള്ളയാളാണെന്ന് പോലീസിന് ലഭിച്ച വിവരം. ഇയാൾ മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. 2014 ഏറ്റുമുട്ടലിന് ശേഷം കനീന്ദ്ര മിലിറ്ററി ഇന്റലിജൻസിന്റെ തുടർച്ചയായ നിരീക്ഷണത്തിലായിരുന്നു. മൊബൈൽ ഫോൺ കോളുകളടക്കം കേന്ദ്രീകരിച്ച് നടന്ന അന്വേഷണത്തിലാണ് കൊല്ലത്തെ താമസ സ്ഥലം കണ്ടെത്തിയതും അറസ്റ്റ് ചെയ്തതും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
ബാർകോഴ കേസിൽ SP സുകേഷിന് ക്രൈംബ്രാഞ്ചിന്റെ ക്ലീൻ ചിറ്റ്. ഗൂഢാലോചനയ്ക്ക് തെളിവില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സാക്ഷികളായ ബാർ ഉടമകളെ വിളിക്കുന്നതിൽ അസ്വാഭാവികതയില്ലെന്നും റിപ്പോർട്ട്. ക്രൈംബ്രാഞ്ച് മേധാവി റിപ്പോർട്ട് അംഗീകരിച്ചു. ആ വാർത്തയുമായി ഇന്നത്തെ ക്രൈംബ്രാഞ്ച് പൂർണ്ണമാകുന്നു. നമസ്കാരം. കെ മാണിയെ ബാർകോഴ ആരോപണത്തിൽ കൊടുക്കുന്നതിന് ബാറുടമ ബിജു രമേശുമായി SP R സുകേശൻ ഫോണിലൂടെ ബന്ധപ്പെട്ടതായി കണ്ടെത്തിയത് മുൻ വിജിലൻസ് മേധാവി N ശങ്കർ റെഡ്ഡിയായിരുന്നു. ബാറുടമസ്ഥർ കെ മാണിക്കെതിരെ മൊഴി നൽകണമെന്ന് സുകേശൻ തന്നോട് പറഞ്ഞതായിട്ടുള്ള ബിജു രമേശിന്റെ ഓഡിയോ ടേപ്പിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ശങ്കർ റെഡ്ഡി ഈ കണ്ടെത്തൽ നടത്തിയത്. ബാർകോഴ ആരോപണം അന്വേഷിക്കുന്ന ഘട്ടത്തിൽ സുകേശൻ നിരവധി തവണ ബാറുടമസ്ഥരെ വിളിച്ചതെന്തിനെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് പരിശോധിച്ചത്. എന്നാൽ ഇതിൽ അസ്വാഭാവികതയില്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ സാക്ഷികളായ ബാറുടമസ്ഥരെ ബന്ധപ്പെടുന്നത് അന്വേഷണത്തിലെ സ്വാഭാവിക പ്രക്രിയ മാത്രമാണെന്നുമാണ് ഉണ്ണിരാജയുടെ നിലപാട്. ബാറുടമസ്ഥരുമായി ചേർന്ന് കെ മാണിക്കെതിരെ സുകേശൻ ഗൂഢാലോചന നടത്തിയെന്ന വാദത്തിന് അടിസ്ഥാനമില്ലെന്നും ഉണ്ണിരാജയുടെ റിപ്പോർട്ടിൽ പറയുന്നു. ഉണ്ണിരാജയുടെ റിപ്പോർട്ട് അംഗീകരിച്ച ക്രൈംബ്രാഞ്ച് മേധാവി അനന്തകൃഷ്ണൻ റിപ്പോർട്ട് DGP ലോക്നാഥ് ബെഹ്റയ്ക്ക് കൈമാറി. വിജിലൻസ് SP R സുകേശന്റെ ഒരു വർഷത്തെ കോൾ വിശദാംശങ്ങൾ ക്രൈംബ്രാഞ്ച് ശേഖരിച്ചിരുന്നു. ഇതോടൊപ്പം ബാറുടമസ്ഥരുടെ യോഗത്തിൽ നടന്ന ഓഡിയോ ടേപ്പും വിശദമായി പരിശോധിച്ചു. സുകേശനടക്കമുള്ള ഉദ്യോഗസ്ഥരിൽ നിന്നും മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് കേസിൽ സുകേശിന് ക്രൈംബ്രാഞ്ച് ക്ലീൻ ചിറ്റ് നൽകിയിരിക്കുന്നത്. ബാറുടമസ്ഥരുടെ യോഗത്തിലെ സംഭാഷണമടങ്ങിയ ഓഡിയോ CD ബിജു രമേശ് വിജിലൻസിന് നൽകിയിരുന്നു. ഇത് പരിശോധിച്ച മുൻ വിജിലൻസ് മേധാവി N ശങ്കർ റെഡ്ഡി രാഷ്ട്രീയ താൽപ്പര്യങ്ങൾ മുൻനിർത്തിയാണ് സുകേശൻ പങ്കന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശുപാർശ ചെയ്തത്. നിരപരാധിയായ ഒരു ഉദ്യോഗസ്ഥനെ വേട്ടയാടാനുള്ള നീക്കത്തിനാണ് ക്രൈംബ്രാഞ്ച് റിപ്പോർട്ടോടെ പരിസമാപ്തി കുറിക്കപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.